ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സേവനാഴി കൊണ്ട് നമുക്കൊരു അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെറോട്ട ഉണ്ടാക്കിയാലോ. വീശി അടിക്കാതെയും അതുപോലെ തന്നെ കുഴയ്ക്കാതെയൊക്കെ നമുക്കൊരു പെറോട്ട എളുപ്പത്തിൽ തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് പെറോട്ട റെസിപ്പിയാണ് കേട്ടോ. അത് നമുക്ക് റെസ്റ്റ് ചെയ്യാതെയും അതുപോലെ തന്നെ വീശി അടിക്കാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെറോട്ട റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പെറോട്ട ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് 1/2 കിലോ അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഡാൽഡ ഉരുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റോട് കൂടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഡാൽഡ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡാൽഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഉപ്പും ചേർത്തതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഭയങ്കരമായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ചെറു ചൂടുവെള്ളം, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ്. വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുമിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മാവിൽ വെള്ളം കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മാവാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇതാ നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീശി അടിക്കാതെയും അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ടൊന്നും വലുതായിട്ട് പരത്തി കൊടുക്കാതെയാണ് നമ്മൾ ഈ ഒരു പൊറോട്ട തയ്യാറാക്കുന്നത്. അതായത് നമ്മുടെ സേവനാഴി വെച്ചിട്ടാണ് ഈ ഒരു പൊറോട്ട ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ വീശി അടിക്കുന്ന പൊറോട്ടയെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും, നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാവൊക്കെ റെഡിയാക്കി നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഇങ്ങനെ ഒന്ന് മുകളിലോട്ടൊന്ന് തടവി കൊടുത്തിട്ട് നമുക്കൊരു കോട്ടൺ തുണി നനച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് അധിക നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കോട്ടൺ നനച്ചിട്ട് ഞാൻ ഇതിലേക്കൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവുകളായിട്ട് എടുത്തിട്ട് സേവനാഴിയിലേക്ക് വെച്ച് കൊടുക്കാവേ. നമുക്ക് പെട്ടെന്നൊരു പൊറോട്ടയൊക്കെ തിന്നണമെന്ന് കൊതി തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണക്കാരായ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് സേവനാഴിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്കാണ് ഞാൻ ഈ ഒരു മാവ് കൂട്ടിനെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഓയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് സേവനാഴിക്കകത്തേക്ക് നിറച്ച് കിടക്കത്തില്ലേ, അതേപോലെ നമ്മൾ കുറേശ്ശെ മാവ് വെച്ചിട്ട് നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീശപ്പത്തിൻ്റെ ചില്ലയായിരിക്കും നമ്മുടെ സേവനാഴിക്കകത്ത് കിടക്കുന്നത്. നമ്മൾ സേവനാഴി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് 3-4 ചില്ല് അതിൻ്റെ കൂടെ കിട്ടുമല്ലോ. അതിൽ കുറച്ച് വലിയ കണ്ണുള്ള ചില്ലുണ്ടാകും. ആ ചില്ല് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് പിഴിഞ്ഞെടുക്കാനായിട്ട്. കണ്ടോ, എങ്കിൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മാവ് റെഡിയായി കിട്ടത്തുള്ളൂ. ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെന്നും കുറച്ച് വലിയ ചില്ല് ഇട്ടിട്ട് വേണം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ
റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഇടുന്ന സമയത്ത് ആ ഒരു പ്ലേറ്റിൽ നമ്മൾ എണ്ണ തടവി കൊടുത്തിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന് പോകും. ദാ നമ്മുടെ മൂന്നാമത്തെ പൊറോട്ടയുടെ മാവ് ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം 4 പൊറോട്ടയ്ക്കുള്ള മാവാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാവ് കൂട്ട് റെഡിയാക്കിയ ഉടൻ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നിങ്ങൾക്ക് വൃത്തിയുള്ളതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചപ്പാത്തിയുടെ പലകയുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കൂട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി കുഴലുണ്ടല്ലോ, ചപ്പാത്തിയുടെ കുഴൽ വെച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ദാ ഇവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ നല്ല ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ പൊറോട്ട അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതാ പൊറോട്ടയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ പരത്തി എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം നല്ല റൗണ്ട് ഷേപ്പിലൊന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊറോട്ടയ്ക്ക് ഷേപ്പൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്ന ഒരു പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ മതിയല്ലേ. അപ്പോൾ അതാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ റൗണ്ട് ഷേപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഞാൻ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് നനയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഗോൾഡ് ബ്രൗൺ കളറ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഒരു കളറ് നമ്മുടെ പൊറോട്ടയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ പൊറോട്ട ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലെയർ പൊറോട്ട തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ സിമ്പിളല്ലേ കൂട്ടുകാരെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിന്ന് കടയിലൊന്നും പോയിട്ട് മേടിച്ച് പൊറോട്ട കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പൊറോട്ട റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.